വെൽക്കം ടു ധൻ മലയാളം. സോ നമ്മൾ ഒരു ക്രൂഡ് ഓയിൽ സ്ട്രാറ്റജിയാണ്, സിമ്പിൾ സ്ട്രാറ്റജി, സ്ട്രാങ്കിൾ സ്ട്രാറ്റജിയാണ് നമ്മൾ ഇവിടെ പരിശോധിക്കാൻ പോകുന്നത്. കാരണമുണ്ട്, ചുമ്മാതല്ല. ഒരുപാട് പേരെന്നെ വിളിച്ചു, ഇപ്പോൾ ക്രൂഡ് ഓയിലിൻ്റെ അവസ്ഥ എന്താകും, ഒരു ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ അറിയാമല്ലോ നമുക്കിപ്പോൾ, US ദെൻ ഇറാൻ റിലേറ്റഡ് ആയിട്ടുള്ളൊക്കെ ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഇപ്പോൾ ഗോയിങ് ഓൺ ആണ്. സോ ഈ ഒരു സിറ്റുവേഷൻസിൽ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്, മെല്ലെ 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 കയറുകയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് എങ്ങനെ ഒരു നല്ലൊരു സ്ട്രാറ്റജി, സിമ്പിൾ ബട്ട് നമുക്ക് എന്താ പറയുക, ഒരു കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് മാർക്കറ്റിലേക്ക് ഈ ഒരു ക്രൂഡ് ഓയിൽ സ്ട്രാറ്റജി ഡിപ്ലോയ് ചെയ്യാം. രണ്ട് കാരണങ്ങളുണ്ട് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ. ബിക്കോസ് വെരി നിയർ, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഫെബ്രുവരി 1 ഫെബ്രുവരി പോലും സ്റ്റാർട്ടായിട്ടില്ല. ഫസ്റ്റ് ട്രേഡിംഗ് ഡേ ഓഫ് ഫെബ്രുവരിയാണ് നാളെ, ദ നെക്സ്റ്റ് ഡേ ആരംഭിക്കുന്നത്. പക്ഷേ ക്രൂഡ് ഓയിലിൻ്റെ എക്സ്പയറി വരുന്നത് എപ്പോഴാണ്? ഫെബ്രുവരി മിഡിലാണ്, അതായത് 17th ഫെബ്രുവരിയിലാണ് ക്രൂഡ് ഓയിൽ എക്സ്പയറി ഡേ വരുന്നത്. അപ്പോൾ ഇനി ഓൾമോസ്റ്റ് അറൗണ്ട് 15 ഡേയ്സ് പോലും നമുക്ക് ട്രേഡിംഗ് ഡേ ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയത്തില്ല. ഹാർഡ്ലി അറൗണ്ട് 12 to 13 ഡേയ്സ് മാക്സിമമേ നമുക്ക് ട്രേഡിംഗ് ഡേയ്സ് ആയിട്ട് നമുക്ക് ലഭിക്കത്തുള്ളൂ. അപ്പോൾ അതൊരു പ്ലസ് പോയിൻ്റ്. അപ്പോൾ ഇതിനുള്ളിൽ ഇനി വരാൻ പോകുന്ന, ഇനി എത്ര തന്നെ ക്രൂഡ് ഓയിലിനൊരു ഒരു ഹൈപ്പ് വന്നാലും മാക്സിമം ഒരു 6%, 7%, 8% വന്നു എന്ന് വെച്ചോളൂ ഓൺ ദി അപ്പ് സൈഡ്. ഇല്ല, ഒരു ഡൗൺ സൈഡ് വരികയാണെങ്കിൽ എപ്പോഴും ക്രൂഡ് ഓയിലിനെ സംബന്ധിച്ചിടത്തോളം അത്ര പെട്ടെന്ന് ഹ്യൂജായിട്ട് നമ്മൾ ഇപ്പോഴത്തെ ഒരു എന്താ പറയുക, മെറ്റൽ സെക്ടർ ലൈക്ക് ഗോൾഡ്, സിൽവറിനും ഗോൾഡിനും ഒക്കെ ചെറിയൊരു ബാക്ക്ലാഷ് വന്നിട്ടുണ്ട്. അതിന് പറ്റിയ ഒരു സ്ട്രാറ്റജി നമുക്ക് ഒരു വീക്കും കൂടെ കഴിഞ്ഞതിന് ശേഷം ഐ ക്യാൻ ബിൽഡ് എ സ്ട്രാറ്റജി ഫോർ ദാറ്റ് വൺ. സോ ഇപ്പോൾ നമ്മൾ ക്രൂഡ് ഓയിലിനെ പറ്റി നമ്മൾ എന്തുകൊണ്ട് ഇനി വരാൻ പോകുന്ന ഒരു 12 to 13 ഡേയ്സ് ഹാർഡ്ലി ട്രേഡിംഗ് ഡേ ഉള്ള ഒരു സ്ട്രാറ്റജിയാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. സോ അതാണ് ഇതിൻ്റെ മിഡ് ഓഫ് ദാറ്റ്. അപ്പോൾ കഴിഞ്ഞ മാസം 17-ാം തീയതി മുതൽ പോട്ടെ 18-ാം തീയതി, കാരണം 17th എക്സ്പയർ കഴിഞ്ഞാൽ 18th മുതൽ ദ നെക്സ്റ്റ് മന്ത് 17th വരെയാണ്. മിഡ് ഓഫ് എവറി മന്താണ് എന്താ പറയുക ക്രൂഡ് ഓയിലിൻ്റെ എക്സ്പയറി വരുന്നത്. സോ ഇതിൻ്റെ ബേസിസിൽ ഇനി ഹാർഡ്ലി അറൗണ്ട് 12 to 13 ഡേയ്സ് മാത്രമേ ട്രേഡിംഗ് ഡേ ഉള്ളൂ. അപ്പോൾ ഓൾമോസ്റ്റ് ഹാഫ് ഓഫ് ദി മന്ത് മാത്രമേ ഇനി അവൈലബിൾ ഉള്ളൂ. 2 വീക്സ് ഓഫ് ട്രേഡ് അപ്രോക്സിമേറ്റ്ലി നമുക്ക് ക്രൂഡ് ഓയിലിൻ്റെ എക്സ്പയറിക്ക് വരുന്നുള്ളൂ, ഈ റീസെൻ്റ് എക്സ്പയറി. ഈ ഒരു സാഹചര്യത്തിൽ പ്യുവറായിട്ടുള്ള സെല്ലിംഗ് സ്ട്രാറ്റജി നമുക്ക് രണ്ട് സൈഡും പ്രൈസ് ഇപ്പോൾ നിൽക്കുന്ന ലെവലിൽ നിന്നും ഒരു 5 to 6 or 8% മുകളിലേക്കോ അതേമാതിരി താഴ്പോട്ടേക്കോ പോയാൽ നമ്മൾ ഒരു പ്രോഫിറ്റ് പൊസിഷനിൽ വരാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഗുഡ് സ്ട്രാറ്റജി. പോയിന്റ് നമ്പർ 1, വളരെ ചെറിയ തുക 50,000 രൂപ നിങ്ങളുടെ കയ്യിൽ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു 5% to up to 8% വരെ നിങ്ങൾക്ക് റീസണബിൾ ആയിട്ടുള്ള റിട്ടേൺ സാധ്യതയുണ്ട്. ഞാൻ തരുമെന്നോ അല്ലെങ്കിൽ റിട്ടേൺ ലഭിക്കുമെന്നോ ഞാൻ പറയുന്നില്ല. ഒരു 50,000-ന് 5% വിത്തിൻ എ പീരീഡ് ഓഫ് 15 ഡേയ്സിനുള്ളിൽ നമുക്ക് ലഭിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമല്ലേ? അതേ 50,000-നോടൊപ്പം നിങ്ങൾക്കൊരു 2 lakhs ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ സെയിം തന്നെ നിങ്ങൾ എന്താ ചെയ്യുക, ലോട്ട് സൈസ് ഇൻക്രീസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് റീസണബിളായിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് സമ്പാദിക്കാനും കഴിയും. സോ അതുപോലുള്ളൊരു സ്ട്രാറ്റജി വളരെ ചെറിയ ആൾക്കാർക്ക്, നിങ്ങൾക്ക് ചെറിയ തുക ക്യാപിറ്റൽ, കുറഞ്ഞത് നമുക്കൊരു 50,000 രൂപ നമുക്ക് ഈ ഒരു സ്ട്രാറ്റജിക്ക് നമുക്ക് ഡിപ്ലോയ്മെൻറ്റിന് ആവശ്യമുണ്ട്. പിന്നെ നിങ്ങളുടെ കപ്പാസിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ആ ഒരു ലെഗിന് അല്ലെങ്കിൽ ആ ഒരു സ്ട്രാറ്റജീനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയുക, അതിൻ്റെ സെയിം പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ റിട്ടേണും നിങ്ങൾക്ക് കൂടുതൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള പെർസെൻറ്റേജ് വൈസ് റിട്ടേൺ ഇൻക്രീസ് ആകത്തില്ല. പെർസെൻറ്റേജ് നിയർലി അബൌട്ട് 5 to നിയർലി 9% വരെ സാധ്യതയുണ്ട്. പക്ഷേ നിങ്ങൾ അത് നോക്കണ്ട. കുറഞ്ഞ പക്ഷം നമ്മളൊരു 4 to 5% ആവറേജ് നമുക്ക് ലഭിക്കുമോ എന്ന് മാത്രം നോക്കിയാൽ മതി. അതിനുള്ള സാധ്യത കൂടുതലാണ് ഈ സ്ട്രാറ്റജി. അതാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എക്സ്പ്ലെയിൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഓൾറൈറ്റ്, സി, നമുക്ക് ഈ ഒരു ക്രൂഡ് ഓയിൽ സ്ട്രാറ്റജിക്ക് നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് ധന്നിൻ്റെ ഓപ്ഷൻ ട്രേഡർ പ്ലാറ്റ്ഫോം വേണം. ഓപ്ഷൻ ട്രേഡർ പ്ലാറ്റ്ഫോമിൽ സിമ്പിളായിട്ട് നമ്മൾ എന്താ ചെയ്യുക,
അനലൈസ് എന്ന് പറയുന്ന പോപ്പുലർ സ്ട്രാറ്റജിയിലേക്ക് നിങ്ങൾ വേണമെങ്കിൽ അങ്ങനെ പോകാം. നമുക്കിപ്പോൾ അങ്ങനെ തന്നെ പോയി നോക്കാം. ഒന്ന് അനലൈസ്, അത് അല്ലെങ്കിൽ നേരെ സ്ട്രാറ്റജി ബിൽഡറിലേക്ക് വരിക. അതാ കുറച്ചും കൂടെ എളുപ്പം. ഞാൻ കൺഫ്യൂസ് ആക്കുന്നില്ല. ഓപ്ഷൻ ട്രേഡർ എങ്ങനെ എടുക്കണം എന്നുള്ളത് ഞാൻ ഓൾറെഡി ഒരുപാട് വീഡിയോസിൽ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഈ ഓരോരോ നമ്മുടെ ഡന്നിൻ്റെ ഡിഫറെൻറ്റ് പ്ലാറ്റ്ഫോംസ്, പല തരത്തിലുള്ള പ്ലാറ്റ്ഫോംസ് ഉണ്ട്. വെബ് ട്രേഡർ പ്ലാറ്റ്ഫോം ഉണ്ട്, ഓപ്ഷൻ ട്രേഡർ പ്ലാറ്റ്ഫോം ഉണ്ട്, സ്കാനെക്സ് ഉണ്ട്. അങ്ങനെ ഒത്തിരി പ്ലാറ്റ്ഫോംസ് നമുക്ക് ദന്നിൽ നമുക്ക് പല ഡിഫറെൻറ്റ് യൂസ് കേസസിന് വേണ്ടിയിട്ട് ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് ദൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ ഓപ്ഷൻ ട്രേഡിങ്ങിന് വേണ്ടി മാത്രം ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ് ഓപ്ഷൻ ട്രേഡർ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. വെബിലും ഉണ്ട്, ആപ്പിലും അവൈലബിൾ ആണ്. വെബ് കൂടുതൽ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ എടുക്കണം എന്നുള്ളത് വേറെ വീഡിയോസ് ഉണ്ട്. നിങ്ങൾക്ക് കാണാത്തവരുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ആ വീഡിയോസ് പോയി കണ്ടിട്ട് നിങ്ങളതിൽ വേണം ഇത്തരം സ്ട്രാറ്റജീസ് ഒക്കെ എങ്ങനെ ടെസ്റ്റ് ചെയ്യണം എന്നുള്ളത് നോക്കാൻ വരിക. അതിന് മുന്നോടിയായിട്ട് വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ ഇതാണ് നമ്മുടെ സ്ട്രാറ്റജിയിലേക്ക് കിടക്കാൻ പോകുന്നത്. ഇവിടെ നമ്മളിപ്പോൾ സ്ട്രാറ്റജി ബിൽഡറിലേക്ക് വന്നു, റൈറ്റ്? അപ്പോൾ സ്ട്രാറ്റജി ബിൽഡറിൽ നമുക്ക് എന്താ വേണ്ടത്? നമ്മൾ ക്രൂഡ് ഓയിൽ സ്ട്രാറ്റജിയാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ക്രൂഡ് ഓയിൽ സ്ട്രാറ്റജിക്ക് നമുക്ക് എന്ത് വേണം? ഇവിടെ ഇപ്പോൾ നമുക്ക് ബിൽഡ് സ്ട്രാറ്റജി ഫോർ, അവിടെ എന്താണ്ട് നിഫ്റ്റി, സെൻസെക്സ്, ബാങ്ക് നിഫ്റ്റി, ക്രൂഡ് ഓയിൽ. നമ്മൾ സ്ട്രെയിറ്റ് അവേ ക്രൂഡ് ഓയിലിൽ പോകരുത്. ഫോർ ക്രൂഡ് ഓയിൽ എന്ന് പറയുമ്പോൾ അത് 100 ബാരൽ ബേസിസിലാണ്. നമുക്ക് ക്രൂഡ് ഓയിൽ മിനി എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻറ്റിൽ വേണം നമ്മൾ ട്രേഡ്. ക്യാപിറ്റൽ ഉള്ളവർക്ക് നിങ്ങൾ സെയിം തന്നെയാണ്, വേറെ മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. ഹയർ ക്യാപിറ്റൽ ഉള്ളവർക്ക് ക്രൂഡ് ഓയിൽ സെലക്ട് ചെയ്യാം. അല്ലാത്തവർക്ക് ക്രൂഡ് ഓയിൽ മിനി എന്ന് പറഞ്ഞ് ക്രൂഡ് എം എന്ന് കാണും. ഇവിടെ ഞാൻ സെർച്ച് ബട്ടൺ ഉണ്ട്, അവിടെ നമ്മൾ സെർച്ച് ചെയ്തിട്ട് CRUD അടിക്കുമ്പോൾ തന്നെ വരും. നോക്കൂ, ക്രൂഡ് ഓയിൽ എം കാണണോ? ഈ ക്രൂഡ് ഓയിൽ മിനി ഞാൻ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കാം. ക്രൂഡ് ഓയിൽ മിനി ഫ്യൂച്ചേഴ്സ് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ നോക്കൂ, ക്രൂഡ് ഓയിൽ മിനി ഫ്യൂച്ചർ. അപ്പോൾ ഇവിടെ ഇത് വന്നു. നമുക്ക് ഇനി വേണ്ട എന്താ? സിമ്പിൾ. നമ്മൾ ഒരു കൺഫ്യൂഷനും ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കുന്നില്ല, നിങ്ങൾ എഴുതി വെച്ചോളൂ. സിമ്പിളായിട്ട് ചെയ്യേണ്ടുന്നത് ഫാസ്റ്റ് ക്രിയേറ്റ്. ഈ ഒരു സംഭവം ഫാസ്റ്റ് ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യുക. നേരെ സ്ട്രാങ്കിൾ, അത് ഏത് സ്ട്രാങ്കിളാണ്? ഷോർട്ട് സ്ട്രാങ്കിൾ അത് തന്നെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഷോർട്ട് സ്ട്രാങ്കിൾ ക്ലിക്ക് ചെയ്യുക. ബൈ ഡിഫോൾട്ടായിട്ട് നിങ്ങൾക്കിവിടെ ഷോർട്ട് സ്ട്രാങ്കിൾ ഇവിടെ ക്രിയേറ്റ് ആയി കഴിയും. ഇനി നമ്മൾ എന്താ ചെയ്യുക? ഇതിൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ വരുത്തി കൊടുക്കുക. എന്താണ്? നമ്മൾ ഷോർട്ട് സ്ട്രാങ്കിളിൻ്റെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കൂ. ഫെബ്രുവരി 17 എക്സ്പയറി ആണ്. ബോത്ത് കോൾ സൈഡും ഉണ്ട്, ഒരു പുട്ട് സൈഡും ഉണ്ട്. രണ്ടും സിമ്പിൾ സെല്ലിംഗ് ആണ്. അപ്പോൾ ഈ രണ്ടും സെല്ല് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് നമ്മുടെ ഇവിടുത്തെ മാർജിൻ റിക്വയർമെൻറ്റ് 41,000 റുപ്പീസ്. നമുക്ക് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് എത്രയാണ്? വെറും 41,000 രൂപ നമുക്ക് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് ആവശ്യമുള്ളൂ. ഇനി ഇതിനെ നമുക്ക് ഒന്നും കൂടി വൈഡൻ ചെയ്യണം. എന്ത് വൈഡൻ ചെയ്യണം? നമുക്കിപ്പോൾ ഇതിൻ്റെ റേഞ്ച് നോക്കൂ. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെയാണ് ഇപ്പോൾ ക്രൂഡ് ഓയിൽ നിൽക്കുന്നത്. ഇവിടെ നിന്ന് ക്രൂഡ് ഓയിലിൻ്റെ ചാർട്ടിലേക്ക് പോയാലോ? നോക്കൂ, ക്രൂഡ് ഓയിലിൻ്റെ 1 ഡേ ചാർട്ടാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ചെറിയൊരു ഞാനതിലെ ഒരു 1 ഡേ ചാർട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. വാട്ടർമാർക്ക് കൊടുത്താൽ തന്നെ നമുക്ക് 1 ഡേ ചാർട്ട് ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് കാണാൻ കഴിയും. ഇത് 1 ഹവറാണ്. നമ്മൾ 1 ഡേ ചാർട്ട് നോക്കിയാൽ ഇപ്പോൾ നോക്കൂ, ക്രൂഡ് ഓയിൽ നിൽക്കുന്നൊരു പൊസിഷൻ നോക്കൂ. ഓൾമോസ്റ്റ് ഇപ്പോൾ ഈ ഒരു ലെവൽ, ഓൾമോസ്റ്റ് ഈ ഒരു ഹൈയിൽ നിന്ന് ലോയിലേക്ക് വന്നിട്ട് തിരിച്ച് വീണ്ടും ആ ഒരു ഹൈയിലേക്ക് പോവാണ്. ഇത്രയും കൺസോൾട്ടേഷൻ കഴിഞ്ഞ് വീണ്ടും എന്തായാലും ഇവിടെ ഒരു റൗണ്ടിങ് ബോട്ടം എടുക്കുന്നുണ്ട്. പക്ഷേ അത് എത്രയായിക്കോട്ടെ, നമ്മുടെ റിക്വയർമെൻ്റ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് സ്ട്രാങ്കിളാണ്. അങ്ങോട്ടേക്ക് പോയാലും ഇങ്ങോട്ടേക്ക് പോയാലും നമുക്ക് എന്ത് കിട്ടണം? നമുക്ക് റീസണബിളായിട്ട് ഈ വിത്തിൻ ഒരു 12 to 13 ഡേയ്സിൻ്റെ ട്രേഡിങ്ങിനുള്ളിൽ രണ്ടിൽ നിന്നും നമുക്ക് പ്രോഫിറ്റ് വരാനുള്ള ഒരു സാധ്യത നമ്മൾ കൂട്ടിയെടുക്കുക എന്നുള്ളതാണ് ഈ ഒരു സ്ട്രാറ്റജിയുടെ പ്രത്യേകത. സോ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രൈസ് ഇനി മാക്സിമം ഇവിടെ ഒരു ഹൈ ഉണ്ട്, കണ്ടോ? ഈ ഒരു ഹൈയിലേക്ക് വരാൻ സാധ്യതയുണ്ട് പ്രൈസ്. ഇവിടെ നിന്ന് മാക്സിമം ഹൈ എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് സോൺ എന്ന് പറയുന്നത് 10% ആണ്, കണ്ടോ? ഈ ഒരു ലെവൽ ഇപ്പോൾ ഇവിടെ നിന്നാണ് ട്രേഡ് ചെയ്യപ്പെടുന്നത്. ഇവിടെ നിന്ന് അറൗണ്ട് 10%-ന്
വരെ മുകളിലേക്ക് പോകാനും, പക്ഷേ മുകളിലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ അതിനുള്ളിൽ ഒരു വോളറ്റിലിറ്റിയിലൂടെ മാത്രമേ മാർക്കറ്റ് പോകാനുള്ള സാധ്യത കാണുന്നുള്ളൂ. സോ ബൈ ദ വേ, ഇപ്പോൾ ഇനി ഇവിടെ നിന്ന് ഒരു താഴ്പോട്ടേക്ക് വരികയാണെങ്കിലോ അഥവാ താഴ്പോട്ടേക്കും ഒരു 8% വന്നാൽ വരില്ലേന്ന് ചോദിച്ചാൽ വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. നോക്കൂ, ഇവിടെയാണ് അതിൻ്റെ അടുത്ത സപ്പോർട്ട് സോൺ കിടക്കുന്നത്. എവിടെയാണ്? ഈ ഒരു സോണിലാണ് സപ്പോർട്ടുള്ളത്. കണ്ടോ? ഈ ഒരു സോണിൽ കണ്ടോ, ഇവിടെയാണ് സപ്പോർട്ട് സോൺ. ഒരു പക്ഷേ ഇത് റിവേഴ്സ് ചെയ്യുകയാണെങ്കിൽ, സപ്പോസ് ഇത് തിരിച്ച് താഴ്പോട്ടേക്കും എത്ര പെർസെൻറ്റേജോളം വരാൻ സാധ്യതയുണ്ട്? അറൗണ്ട് 9% വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ 9%ഉം ഈ ഒരു 10%നും ഇടയിൽ പോകാനുള്ള സാധ്യത വിത്തിൻ 12 ഡേയ്സിനുള്ളിൽ എന്തായാലും ഇതിനുള്ളിൽ നിൽക്കാനുള്ള സാധ്യതയാണ് കൂടുതലും നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതാണ് ആദ്യം മനസ്സിലാക്കേണ്ടുന്ന പാഠം. ഞാൻ വെറുതെ ഒരു സ്ട്രാറ്റജി എടുത്ത് ചുമ്മാ അങ്ങ് തള്ളിത്തരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്ക് കാരണം ക്രൂഡ് ഓയിൽ പോലുള്ളതൊക്കെ ഗ്ലോബൽ മാർക്കറ്റ് റിലേറ്റഡ്, ഗ്ലോബൽ മാക്രോസ്, ഗ്ലോബൽ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ്, ഗ്ലോബൽ ന്യൂസസ്, പല തരത്തിലുള്ള നമ്മുടെ അമേരിക്കൻ അമ്മാവന് ഏത് നിമിഷം എന്ത് തോന്നുന്നു എന്നൊന്നും നമുക്ക് പറയാൻ പറ്റാത്ത സാഹചര്യത്തിൽ നിങ്ങൾ ഒരു കാരണവശാലും നേക്കഡായിട്ടുള്ള, ബ്ലൈൻഡായിട്ട് എന്തെങ്കിലും നിങ്ങൾക്കൊരു വ്യൂ ഉണ്ടാകും, ഇതിൻ്റെ നിങ്ങൾക്കൊരു തോന്നൽ വെച്ചിട്ട് നിങ്ങൾ ഒരു കോൾ എടുക്കുക അല്ലെങ്കിൽ ഒരു പുട്ട് എടുക്കുക, അങ്ങനെയൊന്നും ചെയ്യരുത്. നമുക്ക് ചെറിയ റീസണബിൾ ആയിട്ടാണെങ്കിലും നമുക്ക് പ്രോഫിറ്റ് കുറഞ്ഞാണെങ്കിലും കുഴപ്പമില്ല, റീസണബിൾ പ്രോഫിറ്റിൽ നിൽക്കണം, ഹ്യൂജ് ലോസിലേക്ക് പോകാതിരിക്കണം. ഇതാണ് നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം. അപ്പോൾ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ വേണം നമ്മൾ അത്തരത്തിലുള്ള സ്ട്രാറ്റജീസിലൂടെ വേണം നമ്മൾ കടന്നു പോകാൻ. ഓക്കെ, സോ ഈ ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാൻ നമുക്ക് എന്താ വേണ്ട? അപ്പോൾ നമ്മുടെ ഒരു വ്യൂ നമുക്ക് മനസ്സിലായി. പ്രൈസ് ഒന്നുകിൽ ഈ പറയുന്ന പർട്ടിക്കുലർ പീരീഡിനുള്ളിൽ അറൗണ്ട് 12 to 13 ഡേയ്സിനുള്ളിൽ പ്രൈസ് ഒന്നുകിൽ ഇങ്ങോട്ടേക്ക് വരെയോ അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് വരുമോ, അല്ലെങ്കിൽ ഇതിനുള്ളിൽ തന്നെ ചിലപ്പോൾ നിൽക്കാനുള്ള, ഒരു പക്ഷേ ഇവിടെ വന്നാലും പെട്ടെന്നൊരു റിജക്ഷൻ കാരണം തിരിച്ച് താഴ്പോട്ടേക്ക് വരാനും സാധ്യതയുണ്ടെങ്കിൽ, അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ബെനിഫിറ്റ്. അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും പോയിക്കൊണ്ടേ ഇരുന്നാൽ പോലും നമുക്ക് നമ്മുടെ ഒരു അപ്രോക്സിമേറ്റ് റേഞ്ചിൽ നമുക്ക് പ്രോഫിറ്റിലേക്ക് വരാനുള്ള സാധ്യതയാണ് നമ്മൾ ഇതിൽ നിന്നിവിടെ മനസ്സിലാക്കുന്നത്. ഇനി നമ്മൾ നേരെ എവിടേക്ക് പോകുന്നു? നമ്മൾ സ്ട്രാറ്റജി ബിൽഡറിലേക്ക് പോകുന്നു. അതിന് മുന്നേ നിങ്ങളൊരു പെൻ ആൻഡ് പേപ്പർ എടുത്ത് വെച്ചോളൂ. തീർച്ചയായിട്ടും നിങ്ങൾ ഞാൻ ഈ വളരെ എക്സ്പേർട്സിനൊന്നും ഈ വീഡിയോ ഒന്നും കാണേണ്ട യാതൊരു കാര്യമില്ല. നിങ്ങൾ ബിഗിനർ ആണെങ്കിലോ അല്ലെങ്കിൽ സ്ട്രാറ്റജി യൂസ് ചെയ്ത് ട്രേഡ് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി. അല്ലാത്തവർ അനാവശ്യമായിട്ട് കണ്ടിട്ട് വെറുതെ നിങ്ങളുടെ വായിലിരിക്കുന്നത് എനിക്ക് കേൾക്കേണ്ട ആവശ്യം വരും. കാരണം ഇതൊക്കെ അത്ര സിംപ്ലിഫൈഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ. വലിയ കാര്യങ്ങളൊന്നുമല്ല, സിമ്പിളായിട്ട് എല്ലാവർക്കും, അതായത് ഒരു പ്രൊഫഷണൽ ട്രേഡറെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും പറഞ്ഞു കൊടുക്കേണ്ട യാതൊരു കാര്യമില്ലാത്ത സ്ട്രാറ്റജിയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നേ ഉള്ളതുപോലെ പറയുന്നതിൽ യാതൊരു പ്രശ്നമില്ലല്ലോ. പക്ഷേ അറിയാത്ത നിങ്ങൾ തീർച്ചയായിട്ടും ഇത് കാണണം, വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഓക്കെ, നമ്മൾ സ്ട്രാറ്റജി ബിൽഡറിലേക്ക് വന്നു. ഇവിടെ നമ്മൾ ഓൾറെഡി സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്തു. സ്ട്രാറ്റജിയുടെ പേരെന്താണ്? ഷോർട്ട് സ്ട്രാങ്കിൾ. സ്ട്രാങ്കിൾ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം എന്താ പറയുക, ഒരു മേൽക്കൂര പോലെ ഇരിക്കുന്ന ഒരു രീതിയാണ് സ്ട്രാങ്കിൾ. സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് ദ മണി. ഇപ്പോൾ ATMൻ്റെ ഒരു നിശ്ചിത അകലത്തിൽ നിന്നും ഔട്ട് ഓഫ് ദ മണി കോളും ഔട്ട് ഓഫ് ദ മണി പുട്ടും സെല്ല് ചെയ്യുന്നതിനെയാണ് സ്ട്രാങ്കിൾ എന്ന് പറയുന്നത്. അത് ഇന്ന സ്ട്രൈക്ക് തന്നെ വേണം നിർബന്ധമൊന്നുമില്ല. ഒരേ പ്രീമിയത്തിൽ വരുന്ന സ്ട്രൈക്ക് ആകുമ്പോൾ രണ്ട് കോൾ സൈഡിൻ്റെയും പുട്ട് സൈഡിൻ്റെയും പ്രീമിയം ഏതാണ്ട് ഒരേ മാതിരി വന്നാൽ നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസ്, മേൽപോട്ടേക്ക് പോയാലും താഴ്പോട്ടേക്ക് പോയാലുള്ള മാക്സിമം പ്രോഫിറ്റ് കിട്ടാവുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതാണ്. ഇതിന് ശേഷം ഇങ്ങടേക്ക് വന്നാലും നമ്മൾ ലോസിൽ പോകത്തില്ല എക്സ്പയറി ഡേയിൽ. പക്ഷെ നമുക്ക് ലഭിക്കാവുന്ന പ്രോഫിറ്റിൻ്റെ ലെവൽ കുറഞ്ഞ് അപ് ടു എത്ര വരെയാ? 10% താഴ്പോട്ടേക്ക് വന്നാൽ വരെ പോലും ഇപ്പം നിൽക്കുന്ന പൊസിഷനിൽ നിന്ന് 10% ഈ പറയുന്ന 13 ദിവസത്തിനുള്ളിൽ നമ്മൾ ഈ സ്ട്രാറ്റജി ബിൽഡ് ചെയ്തു. നമ്മൾക്ക് 10% താഴെ പോയാൽ പോലും നമുക്ക് എത്ര രൂപ നമുക്ക് ലോസിലല്ല, നമ്മൾ 85 രൂപ പ്രോഫിറ്റിൽ നമ്മൾ നിൽക്കും. അത്രയൊന്നും ഒരു കാരണവശാലും താഴ്പോട്ടേക്ക് വരില്ല. ഇനി അതേ കണ്ടീഷനിൽ 11% മുകളിലേക്ക് പോയാലും നമ്മൾ 225 റുപ്പീസ് പ്രോഫിറ്റിൽ നമ്മൾ അവസാനിപ്പിക്കും. പക്ഷെ ഒരിക്കലും ഇവിടെ നിന്ന് പ്രൈസ് ഇങ്ങനെ പോകത്തില്ല.
പ്രൈസ് എങ്ങനെ പോവുക, കുറച്ച് ഇങ്ങനെ പോയാൽ വീണ്ടും കുറച്ച് ഇങ്ങോട്ടേക്ക് വരും, വീണ്ടും ഇങ്ങനെ പോയാൽ വീണ്ടും ഇങ്ങോട്ടേക്ക്, അങ്ങനെ അങ്ങോട്ടേക്കും പോകുമ്പോൾ നമ്മുടെ എടുത്തിരിക്കുന്ന സെൽ ലെഗ് എന്ത് സംഭവിക്കും, അതിൻ്റെ പ്രീമിയം തീറ്റ ഡീക്കേ കാരണം കുറച്ചായിട്ട് കുറയാനുള്ള സാധ്യതയും കൂടുതലായിട്ടുള്ള പ്രോഫിറ്റിലേക്ക് വരാനുള്ള ചാൻസും കൂടും. ഒരു പോയിൻ്റ്. ഇനിയൊരു പോയിൻ്റ്, നമ്മൾ ഈ ഒരു ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ഇതിപ്പോൾ 5,000 റുപ്പീസ് മാക്സിമം പ്രോഫിറ്റ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. എങ്ങനെയാണ് ഈ ഒരു ലൈൻ എന്ന് പറയുന്നത്, അതായത് ഇപ്പോൾ നിൽക്കുന്ന പ്രൈസ് ഈ ഒരു എൻഡിലും, അതായത് ബിലോ 2 to 2.5% താഴ്പോട്ടേക്കോ എബോ 2.5% മുകളിലേക്ക്, ഇത് രണ്ടിൻ്റെ ഇടയിലുള്ളിലാണ് ഈ വരുന്ന ഇനിയൊരു 10-12 ദിവസത്തിനുള്ളിൽ പ്രൈസ് നിൽക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു 5,200 റുപ്പീസ് വരെ നമുക്ക് പ്രോഫിറ്റിന് സാധ്യതയുണ്ടെന്നർത്ഥം. പക്ഷെ നമുക്ക് ഈ ഒരു സാധ്യത നമുക്ക് 5,000 റുപ്പീസ് കിട്ടിയില്ലെങ്കിലും, കാരണം നമ്മുടെ ഡിപ്ലോയിങ് ക്യാപിറ്റൽ എത്രയാണ്, വെറും 41,000 റുപ്പീസേ ഉള്ളൂ നമ്മുടെ ടോട്ടൽ ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്. 41,000-ന് 5% എന്ന് പറയുമ്പോൾ 5,000 എന്ന് പറയുമ്പോൾ ഏതാണ്ട് 12% ആയി. 12% നമുക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. നമുക്ക് 12% വേണ്ട, നമുക്കൊരു 5%, അതായത് 2,500 രൂപ ലഭിച്ചാൽ മതി. 40,000 രൂപ ഡിപ്ലോയ് ചെയ്യുമ്പോൾ 2,000 ലഭിച്ചാലും നമുക്ക് ഓൾമോസ്റ്റ് 5% ആയി. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പ്രോബബിലിറ്റിയെ കൂട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം, ഈ വിത്തിന് നമ്മൾ ഒന്ന് കൂട്ടിക്കൊടുക്കുക. അപ്പോൾ വിത്ത് കൂട്ടിക്കൊടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, സിമ്പിൾ ഇവിടെ കണ്ടോ, ഞാൻ ഇതിപ്പോൾ ഞാൻ ഇൻക്രീസ് ചെയ്യാണ്. ഇപ്പോൾ ഇൻക്രീസ് മാത്രം, ഇപ്പോൾ നോക്കൂ 6,400 എന്നുള്ളത്, നിങ്ങൾ വേറെ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. അതേമാതിരി ഇവിടുത്തെ ഇയാളെ എന്ത് ചെയ്യുക, ഇയാളെ മൈനസ്, കോൾ സൈഡിന് എന്ത് ചെയ്യുക, പ്ലസ് ചെയ്ത് കൊടുക്കുക, പുട്ട് സൈഡിന് എന്ത് ചെയ്യുക, മൈനസ് ചെയ്ത് കൊടുക്കുക. എന്തുകൊണ്ടാണ് കോൾ സൈഡ് പ്ലസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വീണ്ടും ഔട്ട് ഓഫ് ദ മണിയിലേക്ക് നമ്മൾ പോവുക, പുട്ട് സൈഡിന് മൈനസ് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ വീണ്ടും ഔട്ട് ഓഫ് ദ മണി, പുട്ട് മുകളിൽ നിന്ന് താഴ്പോട്ടേക്കല്ലേ പോകുന്നത്. അപ്പോൾ 5,850 നിന്നും 5,800 പോകുന്നു എന്ന് പറയുമ്പോൾ എന്താ, ഔട്ട് ഓഫ് ദ മണിയിലേക്ക് പോകുന്നു എന്നർത്ഥം. ഓക്കെ, സോ അങ്ങനെ ചെയ്ത് കൊടുത്താൽ നമുക്ക് ഓൾമോസ്റ്റ് ഇതിൻ്റെ സെൻറ്ററിൽ വന്നാൽ നമുക്ക് ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ അതേ എമൗണ്ട് തന്നെയാണ്, റിക്വയർഡ് ക്യാപിറ്റൽ അറൗണ്ട് 41,000 തന്നെയാണ്, അതിന് മാറ്റമില്ല. പകരം നമ്മൾക്ക് റിട്ടേൺ കിട്ടാൻ സാധ്യതയുള്ളത് മാക്സിമം പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര, 3,600. അത് എത്ര പെർസെൻറ്റേജ് ആണ്, 8%. ഞാൻ ഓൾറെഡി പറഞ്ഞു 4 മുതൽ 5 വരെ പെർസെൻറ്റേജിനെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രോബബിലിറ്റി ഓഫ് വിന്നിങ് പ്രോബബിലിറ്റി നോക്കൂ, ഇപ്പോൾ ഇതിൻ്റെ റേഞ്ചാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. റേഞ്ച് ലെഫ്റ്റ് സൈഡിൽ തന്നെ 5% താഴെ വരികയാണെന്ന് വെച്ചോളൂ. ഈ 13-14 ദിവസത്തിനുള്ളിൽ വരാൻ പോകുന്ന 5% താഴ്പോട്ടേക്കോ, അതേമാതിരി 6% മുകളിലേക്ക് പോയോ, അതിനുള്ളിൽ അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് നിന്നാലും നമുക്ക് ഈ പറയുന്ന 3,600 റുപ്പീസ് നമുക്ക് റീസണബിളായിട്ട് നമുക്ക് അതിൽ നിന്ന് വരും. ഇതിൻ്റെ 3,600 എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു പുച്ഛമൊക്കെ തോന്നിയെന്ന് വരാം, അയ്യോ ഇത്രയേ ഉള്ളൂ എന്ന്. പക്ഷെ നമ്മൾ മുടക്കുന്ന ക്യാപിറ്റൽ എത്രയാണ്, ഉള്ളി 4,000 അല്ലെങ്കിൽ 40,000, 41,000 അല്ലെങ്കിൽ 50,000 കയ്യിൽ വെച്ചേക്കും. 50,000 നമ്മൾ മുടക്കുമ്പോൾ നമുക്ക് 3,000 കിട്ടുക എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 8%, അല്ലെങ്കിൽ 50,000 കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരു 2% വിട്ടേക്കും. 6%, 15 ദിവസത്തിനുള്ളിൽ 50,000 രൂപ നിക്ഷേപിച്ചാൽ 6% നിങ്ങൾക്ക് ആര് തരും? ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ വ്യാപ്തി കൂട്ടണമോ, നിങ്ങളുടെ കയ്യിൽ ഒരു 3 ലക്ഷം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ലോട്ട് സൈസ് ഇൻക്രീസ് ചെയ്താൽ മതി. അപ്പോഴും നിങ്ങൾ സുരക്ഷിതമാണ്. എന്താ ഇത്, ഈ ഒരു റേഞ്ച് മാത്രമല്ല, ഇനി അടുത്ത റേഞ്ച് നോക്കൂ. ഇവിടെ 5%, 6%, 6 അല്ല 7% വരെ മുകളിലേക്ക് പോയി എന്ന് വെച്ചോളൂ. ഇനിയും നമ്മുടെ ഇപ്പോഴത്തെ മൊമെൻ്റം മുകളിലേക്ക് തന്നെ പോയാലും നിങ്ങൾക്ക് 7% പോയാലും നിങ്ങൾക്ക് അതേ 8% പ്രോഫിറ്റിൽ നിങ്ങൾക്ക് നിലനിർത്താൻ കഴിയും. 1. 2, ഇനി അത് വീണ്ടും മുകളിലേക്ക് ഹ്യൂജായിട്ട് കയറിപ്പോയി 12%. ഈ ഒരു വരാൻ പോകുന്ന 12 ദിവസത്തിനുള്ളിൽ ഒരു ദിവസം 1% വെച്ച് ഇങ്ങനെ കയറി പോവുകയാണെങ്കിൽ പോലും ആവറേജ് നിങ്ങൾക്ക് അപ്പോഴും നിങ്ങൾ ലോസിലേക്ക് പോകത്തില്ല, അപ്പോഴും നിങ്ങൾ പ്രോഫിറ്റില്ല. അതിനും മുകളിൽ പോയാൽ മാത്രമേ ലോസിൽ പോകത്തുള്ളൂ. അതുവരെ ചുമ്മാ നോക്കിക്കൊണ്ടിരിക്കാൻ നമ്മൾ ബ്ലഫ് ആൻഡ് ഡംപ് ആൻഡ് ടഫ് ഒന്നും അല്ലല്ലോ. നമ്മൾ മനുഷ്യരല്ലേ, നമുക്ക് കുറച്ചൊക്കെ ഐക്യു നമുക്ക് ഉണ്ടാവുമല്ലോ. അതനുസരിച്ച് നമ്മൾ അതിനെ മാനേജ് ചെയ്താൽ മതി.
സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്താൽ മതി. പക്ഷേ അത്രയൊന്നും പോകത്തില്ല. നമ്മുടെ പ്രോബബിലിറ്റി നമ്മൾ മാക്സിമം പ്രോഫിറ്റ് പ്രോബബിലിറ്റിയെ നമ്മൾ കൂട്ടി അങ്ങ് വെക്കുക. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ പിന്നെ പ്രശ്നമില്ല. ക്യാപിറ്റൽ റിക്വയർഡ് അതേ 41,000 ഓർ 50,000 റുപ്പീസ് നമ്മുടെ റിക്വയർഡ് ക്യാപിറ്റൽ. ഇനി അടുത്ത് ചിന്തിക്കേണ്ട കാര്യം, ഈ പറയുന്ന ചുമ്മാ അങ്ങ് കൂട്ടി വെച്ചു, ഇനി ഈ സ്ട്രൈക്ക് അവൈലബിൾ ആണോ എന്നുള്ള കാര്യം നമ്മൾ നോക്കണം. അവിടെയാണ് അടുത്ത പോയിന്റ്. ചുമ്മാ ഇതിനെ നമുക്ക് കയറി അങ്ങ് എന്താ പറയുക എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, സ്ട്രൈക്ക് നോക്കുക, 6,400 കോൾ സൈഡ് ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓപ്ഷൻ ചെയിൻ വരും. ഓപ്ഷൻ ചെയിനിൽ 6,400ൻ്റെ കോൾ, അതായത് ഔട്ട് ഓഫ് ദ മണി കോൾ 6,400 ഇതാ നോക്കൂ, ആഡ് ചെയ്തിട്ടിരുന്നു കാണിക്കുന്നു. അത് ഇതാ അവൈലബിൾ തന്നെയാണ്. കാരണം അത് 0 അല്ല, LTP ഇവിടെ ഇല്ലെങ്കിൽ 0 ആയിട്ട് കാണിക്കും. ഇത് ഓൾറെഡി ലിക്വിഡ് ആയിട്ടുള്ള സ്ട്രൈക്ക് തന്നെയാണ്. ഇത് അവൈലബിൾ ആണെന്നാണ് കാണിക്കുന്നത്. സോ പ്രോബ്ലം ഇല്ല, എക്സിക്യൂഷന് പ്രശ്നമില്ല. അടുത്തത് ഏതാ സ്ട്രൈക്ക്? അടുത്ത പുട്ട് ഓപ്ഷനിൽ 5,650ൻ്റെ സ്ട്രൈക്കാണ്. 5,650 ഔട്ട് ഓഫ് ദ മണി 5,650 ഇതാ കിടക്കുന്നു. ഇതും തീർച്ചയായിട്ടും ഇതും അവൈലബിൾ ആണ്. നോക്കൂ, 17% ഓർ 163 റുപ്പീസ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് രണ്ടിൻ്റെയും ഡിഫറൻസ് നോക്കൂ. ഇത് 200 രൂപ കോൾ സൈഡിൻ്റെ സ്ട്രൈക്കിൻ്റെ ഇപ്പോഴത്തെ വില 200 രൂപ കാണിക്കുന്നു. ഇത് 163. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടോളൂ. ഇത് പരമാവധി നമ്മൾ എന്ത് ചെയ്യുക, ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുക, ഓൾമോസ്റ്റ് ഈക്വൽ ആക്കാൻ ശ്രമിക്കുക. അപ്പോൾ എന്താ വേണ്ടത്, നമുക്ക് ഒന്നുകിൽ നമ്മൾ ഇതിനെ 2 സ്റ്റെപ്പ് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓൾമോസ്റ്റ് നോക്കൂ, ഇപ്പോൾ 204, 209. ഇത് എന്തിനാണ് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, അപ്പോൾ രണ്ട് സൈഡിലും ഈക്വലൻ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഇതുണ്ടെങ്കിൽ നമുക്ക് അത്രത്തോളം നമുക്ക് ലോസ് പ്രോബബിലിറ്റിയും കുറേ, പ്രോഫിറ്റ് പ്രോബബിലിറ്റി നോക്കൂ, നേരത്തെ 3,800 ആയിരുന്നു, ഇപ്പോൾ 4,100 ആയി. ചെറിയൊരു വ്യത്യാസം ഇവിടെയും വരും. എന്താ പറയുക, നമ്മുടെ ആ ഡിസ്റ്റൻസിൽ വരുന്ന വ്യത്യാസം. ഇവിടെ നോക്കൂ, ഇവിടെ 3.7%, ഇവിടെ 7% അപ്സൈഡ്, ഡൗൺ സൈഡ് 3. പക്ഷേ 3 അല്ല, ഏറ്റവും താഴെ വരികയാണെങ്കിൽ ഇപ്പോൾ 9% വരെ താഴ്പോട്ടേക്ക് എന്തായാലും ഒറ്റയടിക്ക് താഴ്പോട്ടേക്ക് ഇറങ്ങത്തില്ല. 9% ഒന്നും എന്തായാലും ഇറങ്ങാൻ പോകുന്നില്ല. ഇങ്ങനെ കയറി ഇറങ്ങി നിൽക്കാനുള്ള, ഇപ്പോൾ ഒന്നാമത് നമുക്കിനി അപ്സൈഡിലേക്കുള്ള സാധ്യത കൂടുതൽ കാണുന്നുണ്ട്. കാരണം മാർക്കറ്റ് ഇപ്പോൾ അപ്സൈഡിൽ നിൽക്കുകയാണ്. സോ ഈ ഒരു ഏരിയയിൽ നമുക്ക് അപ് ടു 7% വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. സോ ദിസ് ഈസ് ദ സ്ട്രാറ്റജി. അപ്പോൾ ഇനി ഇത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാം? ഇല്ല, ഇനി ഇതിനും വൈഡർ ആക്കണോ? നിങ്ങൾ വീണ്ടും ഈ സ്ട്രാറ്റജീസിൻ്റെ അപ്പോൾ ഇത് വൈഡർ ആക്കും തോറും നമ്മുടെ മാക്സ് പ്രോഫിറ്റിൻ്റെ ലെവൽ കുറയും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഡിസഡ്വാൻറ്റേജ്. പക്ഷേ നമുക്ക് റിക്വയർഡ് ഒന്ന് നോക്കാം, ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതെന്താ ചെയ്യുക, പ്ലസ് ആക്കുക, എന്താ കോൾ സൈഡ് മുകളിലേക്ക് കൊണ്ടുപോയി നോക്കുക. നോക്കൂ, ഇത് വീണ്ടും വികസിച്ചു. നോക്കൂ, വീണ്ടും ഡെപ്ത് ഇത്രയും കൂടി. പുട്ട് സൈഡിൻ്റെത് നമ്മൾ താഴ്പോട്ടേക്കല്ലേ കൊണ്ടുവരേണ്ടത്. അപ്പോൾ പ്രോഫിറ്റ് പ്രോബബിലിറ്റി വളരെ കുറവാണ്, 2,800 റുപ്പീസ്. പക്ഷേ പ്രോഫിറ്റ് പ്രോബബിലിറ്റി കൂടുതലാണ്. പക്ഷേ മാക്സ് പ്രോഫിറ്റ് ലഭിക്കാനുള്ള സാധ്യത കുറഞ്ഞിട്ടുണ്ടാവും. 2,800 രൂപ. ഈ ഓൾമോസ്റ്റ് സ്ട്രൈക്ക് പ്രൈസും ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്, 140, 144 ഓക്കെയാണ്. പക്ഷേ ഇനി ഒന്നേന്നപ്പോൾ ഇത് ചുമ്മാ നീക്കിയിട്ട് കാര്യമില്ല. ഇതിനി അവൈലബിൾ ആണോ എന്നും കൂടി നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യണം. റിക്വയർഡ് ക്യാപിറ്റൽ സെയിം തന്നെയാണ്. ഓവറോൾ റിട്ടേൺ 6%. ഇത് തീരെ നമുക്ക് എന്താ പറയുക, ഇത് പറ്റില്ല. നമുക്ക് കുറച്ചും കൂടി എന്താ പറയുക, ഒരു 190 ഈ ഒരു റേഞ്ച് തന്നെ നമുക്ക് പിടിക്കാം. ഓക്കെ, സോ ഇതാ കറക്റ്റ്. അപ്പോൾ ഓൾമോസ്റ്റ് നോക്കട്ടെ, 186, ഓക്കെ, ദിസ് ഈസ് ഓക്കെയാണ്. നമുക്കൊരു 4% താഴ്പോട്ടേക്ക്, അല്ല 5% താഴെയും ഒരു 7.5% മുകളിലേക്കും പോകുന്നു. കുറച്ച് താഴെ എന്തായാലും പെട്ടെന്ന് താഴെ വരില്ല ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ. അങ്ങനെയാണെങ്കിൽ മുകളിലേക്ക് പോകാനാണ് സാധ്യത കൂടുക. അപ്പോൾ മുകളിലേക്കുള്ള പ്രോബബിലിറ്റി നമ്മൾ കൂട്ടിക്കൊടുക്കുക. ദാറ്റ്സ് ഇറ്റ്. സോ ഈ ഒരു രീതി നിങ്ങൾ ഇതൊന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കാത്തവർ വീണ്ടും വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കാണുക. ഓക്കെ, ഇതെന്താണ് പ്ലസ് മൈനസ് എന്നൊന്ന് ചോദിച്ചു കളയാം. അത് സ്ട്രൈക്കിന് നമ്മൾ ഓപ്ഷൻ ചെയ്യുന്ന ATM നിന്നും ദൂരം കൂട്ടിക്കൊടുക്കുന്നു. രണ്ട് സൈഡിൻ്റെ, കോൾ സൈഡിൻ്റെ ഔട്ട് ഓഫ് ദ മണി, പുട്ട് സൈഡിൻ്റെ ഔട്ട് ഓഫ് ദ മണി. അതിനോടൊപ്പം തന്നെ നിങ്ങൾ അതിൻ്റെ LTP, രണ്ട് സ്ട്രൈക്കിൻ്റെയും തുക, നമ്മൾ കൊടുക്കുന്ന പ്രീമിയം, അത് ഓൾമോസ്റ്റ് സിമിലർ ആണോ എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. എന്നിട്ട് ഇതിനെ മാർക്കറ്റ് ഓർഡറിൽ കൊടുക്കുക. ഇതിന് ലിക്വിഡിറ്റി ഉണ്ടോ എന്ന് നോക്കുക. എത്ര? 6,450. കോൾ സൈഡിൽ 6,450, താഴ്പോട്ടേക്ക് വരുമ്പോൾ 6,450. നോക്കൂ, ഇത് അവൈലബിൾ ആണ്, തീർച്ചയായിട്ടും ലിക്വിഡിറ്റി ഉണ്ട്. ഇവിടെ OA ബിൽഡപ്പ് ഉണ്ട്, ഒരു പ്രശ്നമില്ല. ഇറ്റ് ഈസ് വെൽ ആൻഡ് ഗുഡ്.
അടുത്തത് എത്രയാണ്? 5700 അവൈലബിൾ ആണോ പുട്ട് സൈഡിൽ? 5700 ഇതാ നിൽക്കുന്നു. ദിസ് ഈസ് ഓൾസോ വെൽ ആൻഡ് ഗുഡ്, ഇറ്റ്സ് അവൈലബിൾ. സോ ബോത്ത് സ്ട്രൈക്സ് ആർ അവൈലബിൾ. രണ്ട് ഇതുണ്ട്. നമ്മുടെ റിക്വയർഡ് മാർജിൻ 41,000 അപ്രോക്സിമേറ്റ്ലി. നമ്മുടെ ക്യാപിറ്റൽ 1,28,000 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ 3,800 അപ്രോക്സിമേറ്റ്ലി ഒരു ലെഗ് എന്ന് പറഞ്ഞാൽ ഒന്നിന് മാത്രമല്ല, ഈ ടോട്ടൽ സ്ട്രാറ്റജിക്ക് നമുക്ക് മാക്സിമം പ്രോഫിറ്റ് എത്രയാണ്? നമുക്ക് 9% പ്രോബബിലിറ്റി ഉണ്ട് 3,800 റുപ്പീസ്. ഞാൻ ഇതിനെ 2 ആക്കുന്നു, അല്ലെങ്കിൽ ഇനി ഒന്നും കൂടി ആക്കാൻ കഴിയുമെന്ന് നോക്കട്ടെ. 3 ആക്കിയാൽ 1,25,000 വരുന്നുണ്ട്. എൻ്റെ റിക്വയർഡ് ക്യാപിറ്റൽ എത്രയാണ്? 1,20,000. എൻ്റെ ഇൻബിൽ ക്യാപിറ്റൽ എത്രയുണ്ട്? 128 ഉണ്ട്. എനിക്ക് റിക്വയർഡ് എത്രയാണ്? 125 മതി. സോ ലെറ്റ് മീ ട്രൈ ടു എക്സിക്യൂട്ട് ദിസ് സ്ട്രാറ്റജി. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി നമ്മൾ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ ലൈവ് മാർക്കറ്റ് തന്നെയാണ്, എക്സിക്യൂഷൻ നടക്കുമോ എന്ന് നോക്കാം. സോ ഞാനിവിടെ ഇത് കൊടുക്കുന്നു, കാരണം രണ്ടും സെല്ലിലേക്കാണ് നിൽക്കുന്നത്. അറിയത്തില്ല ഇനി എന്താണ് സംഭവിക്കുന്നത് നോക്കാം. എക്സിക്യൂഷൻ 1 ഓർഡർ റിജക്റ്റായി, അതെന്താണെന്ന് നോക്കണം. ചില സാഹചര്യങ്ങളിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരാം. സോ അപ്പോൾ ഓർഡേഴ്സിൽ പോവുക. ഏതാണ് ഫെയിൽഡ് ആയത്? ഇതാണ് ഫെയിൽഡ് ആയത്. അപ്പോൾ ഇതിനെന്ത് ചെയ്യുക? ഇത് നമ്മൾക്ക് ലിമിറ്റ് ഓർഡറിൽ കൊടുത്തിട്ട് നമ്മളൊന്ന് സെല്ല് ചെയ്ത് നോക്കുക. അപ്പോഴും ഇത് എന്ത് കാണിക്കുന്നു? നമുക്ക് ലോട്ട് സൈസ് കുറയ്ക്കണം. സോ അത് ഇവിടെ വന്ന ലോട്ട് സൈസ് ഒന്നിന് നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് ഞാൻ കുറച്ചു, കാരണം തീരെ നമ്മൾ ഓവറായിട്ട് ഇത് പോകുന്നത് കൊണ്ടാണ്. ഓർഡറിൽ പോവുക. ഇതിന് നമ്മൾ മാർക്കറ്റിൽ ട്രിഗർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് എക്സിക്യൂട്ടാണ്. ഇനി എന്താ ചെയ്യുക? ഇനി ഇതാണ് നമുക്ക് എക്സിക്യൂട്ട് ഫെയിലായത്. ഇതിന് റിപ്പീറ്റ് ഓർഡർ കൊടുത്തിട്ട് ഇതിനെ 3-ന് പകരം നമ്മൾ 2 ലോട്ടാക്കുക. 2 ലോട്ടാക്കിയിട്ട് നമ്മളിത് മാർക്കറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ ട്രിഗറായി. നോക്കൂ, പൊസിഷൻ ഇവിടെ പൊസിഷൻ വൈസ് നോക്കുകയാണെങ്കിൽ നോക്കൂ, ക്രൂഡ് ഓയിലിൻ്റെ നോക്കൂ. നമ്മളിത് ഓ മൈ ഗോഡ്, ഒന്നിവിടെ ഇപ്പോൾ കോൾ സൈഡിൽ. അപ്പോൾ നമ്മളിനി ഒന്നും കൂടെ ആഡ് ചെയ്യണമല്ലോ. ഓ ഗോഡ്, ഒന്നും കൂടി ആഡ് ചെയ്യണം. വെയിറ്റ്, കോൾ സൈഡ് ഒന്നും കൂടി ആഡ് ചെയ്തു. ഓക്കെ, എക്സിക്യൂട്ട്. ഇപ്പോൾ നോക്കൂ, ഹൈ, അതാണ് എന്താ കഥ. ഇതാണ് ഇത് ശരിക്കും ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് വിട്ടുപോകും. ഇപ്പോൾ നോക്കൂ, 3-ഉം 2-ഉം ആയി. അത് പറ്റത്തില്ല. വീണ്ടും ഇതിനെ ഒന്നിനെ നമുക്ക് കുറയ്ക്കണം. ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കട്ടെ. അണ്ടർലൈയിങ് 3-ഉം 2-ഉം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഒരു ലെഗ് ഇവിടെ നിന്ന് കുറയ്ക്കണം നമുക്ക്. ഓക്കെ ഇപ്പോൾ 2-2 ക്ലിയർ. സോ നമ്മൾ കാരണം ഈവൻ ആയിരിക്കണം, 2 സൈഡും ഈവൻ ആയിട്ടിരുന്നാൽ മാത്രമല്ലേ നമുക്ക് അതിൻ്റെ ഈ ഒരു സ്ട്രാറ്റജി. നമ്മൾ ക്രൂഡ് ഓയിൽ മിനി നമുക്ക് ഫെബ്രുവരി 17th. സോ ദിസ് ഈസ് ദ സ്ട്രാറ്റജി. ഇപ്പോൾ എന്താ നമ്മൾ LTP നോക്കൂ, 199, 183. ഇതാണ് ഇതിപ്പോൾ LTP. നമ്മൾ ആവറേജ് പ്രൈസ് നമുക്ക് ലഭിച്ചത്, നമ്മൾ കൊടുത്ത പ്രീമിയം അല്ലെങ്കിൽ നമുക്ക് ലഭിച്ച പ്രീമിയം. കാരണം സെല്ല് ചെയ്യുമ്പോൾ നമുക്ക് നമുക്ക് പ്രീമിയം ഇങ്ങോട്ട് കിട്ടുക. അത് രണ്ടും ഒന്ന് തന്നെയാണ്. സോ 198-ഉം 182 അല്ലേ. അതിൽ നിന്ന് ഇപ്പോഴത്തെ LTP എത്രയാണ്? കാരണം നമ്മൾ മാർക്കറ്റ് ഓർഡറിന് എക്സിക്യൂട്ട് ചെയ്തത് കൊണ്ട് പെട്ടെന്ന് എക്സിക്യൂഷൻ നടക്കാൻ വേണ്ടി നമ്മൾ മാർക്കറ്റ് ഓർഡറിൽ എക്സിക്യൂട്ട് ചെയ്തു. സോ ഇനി ഇതിൻ്റെ ഡിഫറൻസ് നമുക്ക് ഇപ്പോൾ നോക്കൂ, നമ്മുടെ കളക്റ്റീവ് ലോസ് എന്ന് പറഞ്ഞാൽ 45 രൂപ 50 പൈസ. സോ ഇത്തരം കാര്യങ്ങൾ നമ്മൾ കണ്ടോ. ഒരു സാധനം എക്സിക്യൂഷൻ ചെയ്യാൻ നേരം എന്തൊക്കെ സംഭവിക്കുന്നു എന്ന് കണ്ടോ. ചിലപ്പോൾ അങ്ങോട്ട് പോകുന്നു, ചിലപ്പോൾ ഇങ്ങോട്ട് പോകുന്നു. അതൊക്കെ നിങ്ങൾ കൂൾ മൈൻഡായിട്ട് ഇരുന്ന് നോക്കി ശ്രദ്ധിച്ചും കണ്ടും അങ്ങ് ചെയ്താൽ മതി. ഇപ്പോൾ ലിമിറ്റ് ഓർഡറിൽ കിടക്കുകയാണെങ്കിൽ അതിനെ എന്നിട്ട് മാർക്കറ്റ് ഓർഡർ ആക്കി കൊടുക്കുക. ചിലപ്പോൾ എല്ലാം ഒന്ന് ശ്രദ്ധയോടുകൂടി കാണുക. ചിലരൊക്കെ പെട്ടെന്ന് ധൃതി വെച്ചങ്ങ് ചെയ്യും. പെട്ടെന്ന് ചെയ്ത് കഴിയുമ്പോൾ വൈകുന്നേരം ആകുമ്പോൾ നോക്കുമ്പോൾ സാധനം കാണത്തില്ല. സംഭവം എന്താ? അത് ഡെലിവറിയിൽ ആയിരിക്കത്തില്ല. ഇൻട്രാഡേയിൽ കിടക്കും ചിലത്. സോ അത് കൺവേർട്ട് ടു ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൺവേർട്ട് ടു ഇൻട്രാഡേ ആക്കാം. ഇതിപ്പോൾ നോർമലിൽ തന്നെയാണ് നമുക്ക് എടുക്കേണ്ടത്. ചിലതൊക്കെ ഇൻട്രാഡേയിലായി പോവും. അതൊക്കെ നിങ്ങളൊന്ന് മെല്ലെ വാച്ച് ചെയ്ത് ഇപ്പോൾ ഒരു ലെഗിൽ ഇപ്പോൾ ലൈറ്റായിട്ട് എന്ത് സംഭവിക്കുന്നു? പ്രോഫിറ്റ് വരുന്നു. ഇനി ഒരു ലെഗിൽ മൈനസ് വരുന്നു. ഇത് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും മാറിയും മറിഞ്ഞും നമുക്ക് കണ്ടുകൊണ്ടേയിരിക്കും. ഈ ഒരു സിറ്റുവേഷൻ ഒരു കാരണവശാൽ ഇതൊരു ഓവർ നൈറ്റിൽ നമ്മൾക്ക് ഈ പറഞ്ഞ പ്രോഫിറ്റ് ലഭിക്കത്തില്ല. ഇതിൻ്റെ 2 ലോട്ട് ആയതുകൊണ്ട് ഓൾമോസ്റ്റ് അറൗണ്ട് 7,000 പ്ലസ് നമുക്ക് പ്രോഫിറ്റാണ് നമ്മളുടെ എക്സ്പെക്റ്റഡ് പ്രോഫിറ്റ്. നമ്മുടെ ഡിപ്ലോയിഡ് ക്യാപിറ്റൽ അറൗണ്ട് 82,000. ഇപ്പോൾ ബാലൻസ് ഞാൻ 128 ഉണ്ടായിരുന്നത്.
അപ്പോൾ അതിൽ നിന്ന് എനിക്കിപ്പോൾ ബാലൻസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മണിയിൽ നോക്കിക്കഴിഞ്ഞാൽ 46,000 ഇനിയും മാർജിൻ ബാലൻസ് ഉണ്ടായിരുന്നു. ബാലൻസ് ഉണ്ട്. 1,24,000 നിയർലി നമ്മുടെ കയ്യിൽ ക്യാപിറ്റൽ 125 ഉണ്ടായിരുന്നു. 125 മൈനസ് ഇപ്പം എത്ര 45 അറൗണ്ട് ബാലൻസ് ഉണ്ട്. സോ നിയർലി 80,000 കേട്ടോ, 82,000 റുപ്പീസ് നമുക്ക് എന്ത് വേണ്ടി വന്നു, ഈ ഒരു ഇതിന് നമുക്ക് റിക്വയർഡ് ക്യാപിറ്റലായിട്ട് നമുക്ക് വേണ്ടി വന്നു. ഓക്കെ, സോ നോക്കൂ ഇപ്പോഴത്തെ പ്രോഫിറ്റ് നോക്കൂ, -5 നിൽക്കുകയാണ്. 5 രൂപ. അത് കാരണം അങ്ങനെ മാറത്തുള്ളൂ. ഇത് ഒരു ഓവർനൈറ്റ് കൊണ്ട് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാവില്ല. മെല്ലെ 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 നമ്മുടെ എക്സ്പയറിയോട് അടുക്കും തോറും നമുക്ക് പ്രോഫിറ്റിലേക്ക് വരാനുള്ള പ്രോബബിലിറ്റി വളരെ കൂടുതലായിരിക്കും. സേഫും കൂടിയാണ്, നമുക്ക് കുറച്ചും കൂടി സേഫ് ആയിരിക്കും. കാരണം ഇത് സെല്ലിംഗ് ആണ്. എങ്ങനെ സേഫ് വരും ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടും സെല്ലാണ്. കോളും നമ്മൾ സെല്ല് ചെയ്തിരിക്കുന്നു, പുട്ടും നമ്മൾ സെല്ല് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ കോൾ സൈഡ് അതും ഒരേ രീതിയിലുള്ള ഇതിൻ്റെ വേറൊരു അഡ്വാൻറ്റേജ് എന്താണ്, നമ്മുടെ പ്രീമിയം നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന പ്രീമിയമും ഏതാണ്ട് ഈക്വൽ പ്രീമിയമാണ്. അപ്പോൾ പ്രീമിയം ഈക്വൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണ്, നമ്മൾ പ്രീമിയം ഇൻ ദ സെൻസ് നമ്മൾ ആ ഒരു സ്ട്രൈക്കിൻ്റെ വില അത് ഈക്വൽസ് ഇതിൽ എടുക്കുന്നു വന്നപ്പോൾ തന്നെ അത് എന്താ അതിൻ്റെ ഗുണമായിട്ട് മാറിയത്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് വന്നാലും ഒരാൾ കൂടിയാൽ ഇനിയൊരാൾ കുറയും, നാച്ചുറലി അങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ ആ കുറയുന്നത് മറ്റേ ആൾ നികത്തി തരും. അപ്പോൾ രണ്ടും ഈക്വൽ ആവുകയാണെങ്കിൽ നമുക്ക് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും പോകുമ്പോൾ ഈ രണ്ട് പേരുടെയും എന്താ പറയുക പ്രീമിയം കുറഞ്ഞ് വരാനുള്ള പ്രോബബിലിറ്റി കൂടുതലായിരിക്കും. ഓക്കെ, സോ മനസ്സിലായി എന്ന് കരുതുന്നു. വളരെ എന്താ പറയുക സിൻസിയറായിട്ടാണ് ഞാൻ ഈ ഓരോ കാര്യങ്ങൾ പറയുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ നമുക്ക് 29 റുപ്പീസ് പ്രോഫിറ്റ് വന്നു, ഇപ്പോൾ തന്നെ 43 റുപ്പീസ് അത് വീണ്ടും 9 റുപ്പീസിലേക്ക് പോയി. ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഇത് ഓരോ ദിവസം ചെല്ലുന്നത് ഇപ്പോൾ 77 റുപ്പീസ് പ്രോഫിറ്റ്, 66 റുപ്പീസ് പ്രോഫിറ്റ്. ഇത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഇവിടെ നോക്കൂ, ഇതിനെ പ്രൊജക്റ്റ് ചെയ്ത് കാണാം. 75 റുപ്പീസ്, 45 റുപ്പീസ് പ്രോഫിറ്റ്. സോ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അത് ഗ്രാജുവലി അത് ഓരോ കാരണം ഇത് സ്ലോലിയേ നമുക്ക് DK സംഭവിക്കുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് കിട്ടാൻ സാധ്യതയുണ്ടാവും, കൂടുതലായിരിക്കും. സോ ഇങ്ങനെയാണിത് വർക്ക് ചെയ്യുന്നത്. എനിവേ കാര്യം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ വീണ്ടും വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കാണുക. ഇങ്ങനെ എന്താ പറയുക ചെറിയ പലതുള്ളി പെരുവെള്ളം എന്ന് പറഞ്ഞ പോലെ കുഞ്ഞായിട്ട് നിങ്ങൾ ഒരു 50,000 റുപ്പീസ് കയ്യിലുള്ളൊരു വ്യക്തിക്ക് എന്തുകൊണ്ട് ഇതുപോലെ ചെയ്തുകൂടാ? അഡീഷണലി അതിൽ നിന്നും റീസണബിളായിട്ട് പ്രോഫിറ്റ് 50,000 രൂപ കയ്യിലുണ്ടെങ്കിൽ ഒരു മാസം ഒരു 4,000-5,000 രൂപ നമുക്ക് അതിൽ നിന്നും പലിശ കിട്ടുമോ? ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. പക്ഷേ അതിനെ മെല്ലെ വളർത്തിയെടുക്കാൻ പറ്റും. ഇത് ഒരു 5 ലക്ഷം രൂപ ഒരാളുടെ കയ്യിലോ എക്സസ് ഉണ്ടോ, അയാൾക്ക് ധാരാളമായിട്ട് ഇത്തരം സ്ട്രാറ്റജീസ് യൂസ് ചെയ്യാം അല്ലേ. ഒരു 10-12 ദിവസത്തിനുള്ളിൽ 30,000 രൂപ കയ്യിൽ കിട്ടും. അത്യാവശ്യം കിട്ടാനുള്ള സാധ്യതയുണ്ട്. കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല, കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇതൊരു റെക്കമെൻഡേഷനായിട്ട് ആരും കാണരുത്. എഡ്യൂക്കേഷണൽ പർപ്പസിലേക്ക് വേണ്ടിയിട്ട് വിത്ത് ഡിപ്ലോയ്മെൻറ്റ് വിത്ത് ലൈവ് ഞാൻ കാണിച്ചു തരികയാണ് നിങ്ങൾക്ക്. ഓക്കെ, വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റ് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി, അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് പ്രയോജനപ്രദമാണോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് ലഭിക്കുന്ന എമൗണ്ടിനെ വെച്ച് നിങ്ങൾ ഒരിക്കലും താരതമ്യം ചെയ്യരുത്. അതിൻ്റെ പെർസെൻറ്റേജ് വെച്ച് വേണം നിങ്ങൾ താരതമ്യം ചെയ്യാൻ. ഓക്കെ, താങ്ക് യു. Investments in the securities market are subject to market risk. Read all the related documents carefully before investing.